ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന, ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്ന് വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്ന് വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. ആരാധന യേശുനാഥ, ആരാധന യേശുനാഥ. എല്ലാവരും ചേർന്ന് ആരാധന യേശുനാഥ, ആരാധന യേശുനാഥ. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ച് ആരാധന യേശുനാഥ, ആരാധന യേശുനാഥ. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആരാധന യേശുനാഥ, ആരാധന യേശുനാഥ. ദൈവസ്നേഹത്തിനായി ദാഹിച്ച് പ്രാർത്ഥിക്കാം. ആരാധന യേശുനാഥ, ആരാധന യേശുനാഥ. രണ്ട് കരങ്ങളെടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. കർത്താവേ, രൂപാന്തരീകരണ സമയത്ത് ശിഷ്യർ അനുഭവിച്ച ആ സ്നേഹത്തിന്റെ ആഴം ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, കാൽവരിയിൽ അങ്ങ് നൽകിയ സ്നേഹത്തിന്റെ ആഴം നൽകണമേ. ഞങ്ങളുടെ ദുഃഖ നൊമ്പരങ്ങളിൽ അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വേദനകളിൽ അങ്ങയുടെ സ്നേഹം നൽകണമേ. ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥകളിൽ അങ്ങയുടെ സ്നേഹം നൽകണമേ. ഈശോയെ, പറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ഈശോയെ, സ്നേഹം നൽകണേ. ഈശോയെ, യേശുനാഥ, ആരാധന യേശുനാഥ, വിട്ടുകൊടുത്ത് നമുക്ക് ആരാധിക്കാം. ആരാധന യേശുനാഥ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായി ഞങ്ങളിൽ വന്നു നിറയുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ധൂർത്തപുത്രനെ സ്നേഹിച്ച് പിതാവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശാന്തമായി നമ്മെ തന്നെ ഈ ആത്മജ്വാല ശുശ്രൂഷി നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം ഈ സമയങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈ സമയം ദൈവം ഒഴുക്കും. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ സ്നേഹം കവിഞ്ഞൊഴുകുന്ന ഒരു മണിക്കൂറായിട്ട് നമുക്ക് മാറ്റാം. ഒരു ചോദ്യം ഇന്നും ലോകത്ത് നിലനിൽക്കാറുണ്ട്. ചോദ്യപ്രകാരമാണ്, എങ്ങനെ ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാം? ഏതൊരു വചനവേദിയിലും ഏതൊരു ശുശ്രൂഷയിലും ഏതൊരു ധ്യാന കേന്ദ്രങ്ങൾ ശുശ്രൂഷകളിലും പങ്കെടുക്കുന്ന ദൈവജനം അനുദപിച്ചു കഴിയുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അച്ഛാ, എങ്ങനെ ഈ ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങൾ അനുഭവിക്കും? എങ്ങനെയാണ് ഞങ്ങളോട് ദൈവം സ്നേഹിക്കാൻ പോകുന്നത്? ഞങ്ങൾ വലിയ പാപികളാണ്. ഞങ്ങൾ ഒത്തിരി ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ്. എങ്ങനെ ദൈവം ഞങ്ങളെ സ്നേഹിക്കും? സ്നേഹമുള്ളവരെ, ഈ ഒരു ചോദ്യം എൻ്റെയും നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ടാകാം. ശിക്ഷിക്കുന്നവനോ ശപിക്കുന്നവനോ നമ്മളില്ലാതെ ആകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മെ സ്നേഹിക്കാനും തിരിച്ചു കൊണ്ടുവരാനും, തിരിച്ചു വന്നാൽ 100 മടങ്ങ് നമ്മെ സ്നേഹിക്കാനും മുൻപുള്ളതിനേക്കാൾ കൂടുതൽ നൽകാനും കെൽപ്പുള്ളവനാണ് നമ്മുടെ ദൈവം എന്ന് തിരിച്ചറിയുക.
ബൈബിളിൽ നമ്മൾ ഈ സ്നേഹത്തെക്കുറിച്ച് ഒരു വ്യക്തി ചോദിച്ചാൽ പൂർണ്ണമായിട്ട് നമുക്കതിന് ഒരു ഉത്തരം കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതൊരു അനുഭവമാണ്. അനുഭവത്തെ നമുക്കൊരിക്കലും പഠിപ്പിക്കാൻ പറ്റില്ല. ദ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ദൈവ അനുഭവം അല്ലെങ്കിൽ ദൈവ സ്നേഹം എന്നുള്ളത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ബൈബിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പലരുടെയും ജീവിതത്തിൽ പല വിധത്തിലാണ് ഈ ദൈവസ്നേഹ അനുഭവം ഉണ്ടായത്. എല്ലാവർക്കും ഒരുപോലെയല്ല, ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലാണ്. സമരിയാക്കാരി കിണറ്റിൻ്റെ കരയിൽ ചെന്നപ്പോൾ അവൾ ആഗ്രഹിച്ച് ചെല്ലാതെ അവളെ ആഗ്രഹിച്ച് വന്നൊരു ദൈവത്തെ കണ്ടു. സക്കീവൂസിന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ ദൈവം അവൻ്റെ ഭവനത്തിലേക്ക് സ്നേഹവുമായി കയറി വരുമെന്ന് സക്കീവൂസ് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. പാപിനിയായ സ്ത്രീ അവളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ ചെന്നപ്പോൾ അവിടെ കിട്ടിയതും ഇതേ സ്നേഹമാണ്. അതുകൊണ്ട് ഓരോരുത്തരുടെ ജീവിതത്തിലും ഇത് വ്യത്യസ്ത അനുഭവം. എന്നാൽ സ്നേഹം ഒന്നാണ്. എന്നാൽ ഓരോരുത്തർക്കും അവരുടെ ജീവിത രീതി അനുസരിച്ച് ഈ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു കൃത്യമായ ഒരു നിർവചനം ഈ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ ഒരു വ്യക്തിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ അനുഭവിച്ചതായിരിക്കില്ല നിങ്ങൾ അനുഭവിക്കുക. എന്നാൽ ഈ സ്നേഹം ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇത് അനുഭവിക്കാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കണം. ഞാനൊരു ഉദാഹരണത്തിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഒരു ജാറിൽ നിറച്ച് വെള്ളമാണ്. ഈ ജാറിൽ നിന്ന് നമുക്ക് കുടിക്കാൻ വെള്ളം വേണമെങ്കിൽ അത് ഒരു ടാപ്പിൻ്റെ സഹായം വേണം. ഈ ടാപ്പ് നമുക്കറിയാം, കരട് വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാപ്പ് എത്ര തുറന്നാലും ഇത് കിട്ടില്ല. ഇതുപോലെയാണ് ഞാനും നിങ്ങളും. ദൈവസ്നേഹം കുത്തി നിറച്ച് വെച്ച ഒരു ജാറാണ് ഞാനും നിങ്ങളും. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ കറപുരണ്ട പാപ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ ടാപ്പിലൂടെ വരുന്ന ഈ ദൈവസ്നേഹം മറ്റുള്ളവർക്കും നമുക്കും അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ പോകുന്നത് അതിന് വലിയ കാരണമാണ് പാപം, നിരാശ, ദുഃഖം. ഇനി ഞാൻ നന്നാകില്ലെന്നൊരു ചിന്ത. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ഉദാഹരണത്തോട് ചിന്തിക്കുക. എന്നിലും നിന്നിലും ഒത്തിരി ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളുണ്ട്. അത് ഞാൻ തിരിച്ചറിയണം. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ തുറന്നു വെച്ച ഒരു ടാപ്പ് പോലെയായിരിക്കും. മറ്റുള്ളവർക്ക് എന്നിൽ നിന്ന് ഇത് രുചിച്ചറിയാനുള്ള കൃപ കിട്ടും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 2-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ അകൃത്യങ്ങളാണ് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നത്. തുടർന്ന് വചനം പറയുക, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു. വേറെ ഒരു കാരണം കൊണ്ടല്ല ദൈവത്തിൻ്റെ മുഖം നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നത്. നിന്റെ പാപമാണ് ദൈവത്തിൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ പാപങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ നിന്ന് മാറ്റി നമ്മൾ ഒരു ദൈവസ്നേഹത്തിൻ്റെ ഒരു ടാപ്പായിട്ട് മാറാൻ, ആരെല്ലാം ദാഹിച്ചു വരുന്നോ അവർക്കെല്ലാം നൽകാൻ, ഒരു ഇബ്രാസിമിയെ പോലെ, ഒരു ചാവറയച്ഛനെ പോലെ, അല്ലെങ്കിൽ നമുക്കറിയാം സഭയിലുള്ള വലിയ വിശുദ്ധരെ പോലെ, മദർ തെരേസയെ പോലെ ഒരു ദൈവസ്നേഹത്തിൻ്റെ വറ്റാത്ത നീരുറവയായിട്ട് ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് നീ തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവസ്നേഹം അനുഭവിക്കാൻ 3 വഴികളാണ് നമുക്ക് വേണ്ടത്. ഒരു വിധത്തിൽ നോക്കിയാൽ ദൈവസ്നേഹത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന എൻ്റെ അവസ്ഥകൾ. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം എങ്ങനെ നമുക്ക് ദൈവസ്നേഹം അനുഭവിക്കാം. ഒന്നാമത്തെ കാര്യം ഇതാണ് സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും ആത്മാവിൽ വീണ്ടും നിറയുവാൻ പ്രാർത്ഥിക്കുകയും വേണം. ഇതാണ് ദൈവസ്നേഹത്തിൻ്റെ വലിയ കൃപ. നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒട്ടി നിന്ന ശിഷ്യര് ദൈവസ്നേഹം അകന്നുപോയപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരിശുദ്ധ അമ്മ അവരെ പഠിപ്പിച്ചപ്പോൾ അവർ വലിയ തീഷ്ണമതികളായി. അടിച്ചവനെ തിരിച്ചടിച്ചെന്നവനും അതുപോലെ വാളെടുത്ത് ചെവി മുറിച്ചവനുമായ പത്രോസ് പിന്നെ സ്നേഹം കൊണ്ടാണ് ഈ ലോകത്ത് സുവിശേഷം എഴുതി വെച്ചത്. കാരണം എന്താ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചു, പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അതുകൊണ്ട് തെരുവിലൂടെ കടന്നു പോകുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ വാളില്ല, പരിചയമില്ല, ഒന്നുമില്ല. എൻ്റെ കയ്യിലുള്ളത് സ്നേഹിക്കുന്ന ദൈവമാകുന്ന യേശുക്രിസ്തു ഉണ്ട്. അവൻ്റെ നാമത്താണ് ഞാൻ നിന്നോട് പറയുന്നത്, നീ എഴുന്നേക്ക്. സ്നേഹമുള്ളവരെ, ഇത് ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്രകാരമാണ്: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. കണ്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഈ ലോകത്ത് മനുഷ്യൻ നിരാശ വീഴുന്നത് അവനൊരു പ്രത്യാശയില്ല. ജനിച്ച് വീണ് വളർന്നവന് ഇനി ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെയുള്ളതെന്നൊരു ചോദ്യമായിട്ട് മാറിയിരിക്കുക.
തുടർന്ന് വചനം പറയുക, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന, നമുക്ക് ദാനമായി നൽകപ്പെട്ടിരിക്കുന്ന, ഒരു തുക പോലും കൊടുക്കാതെ നിനക്ക് ഫ്രീ ഗിഫ്റ്റായി ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ദൈവസ്നേഹം നമുക്ക് നൽകുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയണം, പഠിക്കണം, ധ്യാനിക്കണം, ആത്മാവേ എന്നിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിയിൽ ദൈവസ്നേഹം വരും. സ്നേഹമുള്ളവർ, ഈ കാലഘട്ടങ്ങളിൽ, ഒരു കാലഘട്ടത്തിൽ ഒത്തിരി പേരെ കൊന്നൊടുക്കിയ ഇറച്ചിയാൽബി എന്ന മനുഷ്യൻ ചാരായത്തിലേക്ക്, ഈ കത്തി മുറിവേൽപ്പിച്ച ഈ ചാരായത്തിലേക്ക് ഈ ബ്ലഡ് ചേർത്ത് കുടിച്ചിരുന്ന മനുഷ്യൻ ഇന്നൊരു ദൈവസ്നേഹിയാണ്. ക്രിസ്തു സ്നേഹം ഈ ലോകത്ത് കൊടുക്കുന്നൊരു ടാപ്പായിട്ട് മാറിയിട്ടുണ്ട്. കാരണം എന്താ? ഈ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ക്ലേശങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ പദ്ധതിയായി മനസ്സിലാക്കി അവയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. നമുക്കുണ്ടാകുന്ന ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, ഇത് ദൈവസ്നേഹത്തിൻ്റെ പദ്ധതിയായി കരുതി അവിടെ ഇരുന്ന് സ്തുതിക്കണം. അതുകൊണ്ടല്ലേ ഇങ്ങനെ എഴുതപ്പെട്ടത്, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ സ്നേഹം നിറയുമ്പോൾ, സ്വന്തം ഏക മകൻ മരിച്ചു കിടക്കുമ്പോൾ ആ മഞ്ചയുടെ മുന്നിലിരുന്ന് എഴുതി വെക്കപ്പെട്ട വരികളാണത്. എങ്ങനെയാ ഇത് പറ്റുന്നത്? എൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ഒരു പദ്ധതിയാണ് എൻ്റെ കുടുംബത്തിലെ മരണം, എൻ്റെ കുടുംബത്തിലെ ക്ലേശം, എൻ്റെ കുടുംബത്തിലെ സങ്കടം എന്നൊരു തിരിച്ചറിവ് ആ വ്യക്തിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണ് നിനക്കുള്ളത്? നിന്റെ ജീവിതത്തിൽ ദാനമായിട്ട് ലഭിച്ചതല്ലാതെ എന്താ നിനക്കുള്ളത്? അതിനെക്കുറിച്ച് ഞാൻ എന്തിന് വേവലാതിപ്പെടുന്നു? എനിക്ക് ദാനമായി തന്നവന് അത് തിരിച്ചെടുക്കാനുള്ള അവകാശമില്ലേ? മത്തായി ശ്ലീഹയുടെ സുവിശേഷം 10-ാം അധ്യായം 30-31 തിരുവചനം പറയുക, നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു, അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. കണ്ടോ, ഓരോ മുടിയിഴയും ദൈവസന്നിധിയിൽ എണ്ണപ്പെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യന്, ഒരു വ്യക്തിയുടെ മുടി എണ്ണിയെടുക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല സ്നേഹമുള്ളവരെ. അതുപോലെയാണ് ദൈവം നിന്നെ എണ്ണി എണ്ണി സ്നേഹിക്കുന്നത്. അന്ന് തിരിച്ചറിയണം. 2 കൊരിന്തോസിൻ്റെ ലേഖനത്തിലെ 4-ാം അധ്യായം 17-ാം വാക്യം പറയുന്നുണ്ട്, ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുഭവമായ മഹത്വമാണ്. ദൈവം തരുന്ന ക്ലേശം ഞാൻ സഹിക്കുമ്പോൾ അതിന് ലഭിക്കുന്നത് അനുഭവമായ ഒരു മഹത്വമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ക്ലേശങ്ങളുടെ നടുവിൽ, ഈ പരാധീനയുടെ നടുവിൽ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടാകണം. 1 തെസ്സലോനിയ 1-ാം അധ്യായം 6-ാം വാക്യം പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുസരിക്കുന്നവരായിരുന്നു, കാരണം വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദനമായി ആനന്ദത്തോടെ നിങ്ങൾ ജീവിച്ചു. കണ്ടോ, ആ ഒരു കൃപ നമുക്ക് വേണം. ഇനി മൂന്നാമത്തേതായിട്ട് ഈ ദൈവസ്നേഹം അനുഭവിക്കാനുള്ള വഴിയാണ്, പാപം ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുന്നവർക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റും. സ്നേഹമുള്ളവരെ, കുതിരപ്പുറത്ത് പോയ സാവൂളിനെ പൗലോസാക്കി മാറ്റിയത് പൗലോസ് ആഗ്രഹിച്ചിട്ടല്ല, ദൈവം അവന് അനുതാപം എന്ന കൃപ കൊടുത്ത് അവനെ മാനസാന്തരത്തിലൂടെ സഭയിലെ ഒരു അപ്പസ്തോലനാക്കി മാറ്റി. അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 24-ാം വാക്യം പറയുന്നത്, പശ്ചാത്തപിക്കുന്നവർ തിരിച്ചു വരുവാൻ അവിടുന്ന് അവസരം നൽകും. ഞാനും നിങ്ങളും അനുതപിച്ചാൽ സ്വർഗത്തിൽ പോവാൻ നമുക്ക് അവസരം ലഭിക്കും. പ്രഭാഷകന്റെ പുസ്തകം 8-ാം അധ്യായം 5-ാം വാക്യം പറയാ, പശ്ചാത്തപിക്കുന്ന പാപിയെ നീ പരിഹസിക്കരുത്. ഒരുവൻ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുമ്പോൾ അവനെ പരിഹസിക്കരുത്. നമുക്കും തെറ്റുപറ്റിയിട്ടില്ലേ? വചനം പറയുക, നമുക്കും തെറ്റുപറ്റിയിട്ടില്ലേ? ഞാനെന്നൊരു വൈദികനായി നിൽക്കുന്നുണ്ടെങ്കിൽ, നീ ഒരു ശുശ്രൂഷകനായി നിൽക്കുന്നുണ്ടെങ്കിൽ, നീ ഇന്ന് ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, നീ എന്നോ അനുദപിച്ചപ്പോൾ ദൈവം നിനക്ക് തിരിച്ചു തന്ന അനുഗ്രഹമല്ലേ? അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നവനെ കളിയാക്കരുത്. ധൂർത്തപുത്രൻ്റെ ജ്യേഷ്ഠനെ പോലെ നീ അവനെ കുറ്റം വിധിക്കരുത്. കാരണം അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ നിന്നേക്കാൾ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ദൈവവചനം പറയുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന മനോഹരമായൊരു വാചകമുണ്ട്. ഈ കാലഘട്ടത്തിൽ പാപം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നീ മടുത്തു പോയിട്ടുണ്ടാവും, എന്നാൽ നിന്റെ ദൈവത്തിന് ക്ഷമ തന്നിട്ട് മടുത്തു പോയിട്ടില്ല. എന്തു മനോഹരമായ വാചകം! പാപം പറഞ്ഞു പറഞ്ഞ് നീ മടുത്തു പോയിട്ടുണ്ടാവും, എന്നാൽ നിന്റെ ദൈവത്തിന് ക്ഷമ തന്നിട്ട് മടുത്തിട്ടില്ല. അങ്ങനെയാണ് ദൈവസ്നേഹം. സ്നേഹമുള്ളവരെ, കുമ്പസാരകൂടുകളിൽ ദൈവത്തിൻ്റെ സ്നേഹം കവിഞ്ഞൊഴുകുന്ന സ്ഥലമാണ്. ക്ഷമയുടെ കൂടാരങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം കവിഞ്ഞൊഴുകുന്ന സ്ഥലമാണ്. നമുക്ക് 2 കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. എൻ്റെ അനുതാപമുള്ള ഹൃദയത്തിലേക്ക് ദൈവം വന്ന് നിറയട്ടെ.
ദൈവസ്നേഹം ഈ രാത്രിയിൽ, ഈ പകലിൽ ഞാൻ അനുഭവിക്കണം. എൻ്റെ ഓരോ പ്രഭാതങ്ങളും, എൻ്റെ ഓരോ പ്രദോഷങ്ങളും ദൈവസ്നേഹത്തിൻ്റെ ആഴമായിട്ട് മാറണം. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഓരോ പ്രാർത്ഥനയ്ക്കും നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം: ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. നേറ്റു പറഞ്ഞ്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ സാദൃശ്യത്തിലും ഛായയിലും എന്നെ സൃഷ്ടിച്ച ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ ശക്തിക്ക് സദൃശമായ ശക്തി എനിക്ക് നൽകിയ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഭൂമിയിലുള്ള സകലതും എനിക്ക് വേണ്ടി സൃഷ്ടിച്ച ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ മറന്നാലും, പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരുന്നാലും, അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന് അരുൾ ചെയ്ത് എന്നെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. എന്നെ എപ്പോഴും ഓർക്കാനായി എൻ്റെ പേര് ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. എന്നോടുള്ള സ്നേഹാധിക്യം മൂലം എന്നെ വിട്ടുപിരിയാതെ എൻ്റെ കൂടെ ആയിരിക്കുവാൻ എൻ്റെ എല്ലാ സകല കാര്യങ്ങളിലും തീവ്രമായി എന്നെ സ്നേഹിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുവാനും ഞാൻ നിന്നോട് കൂടെയുള്ള ദൈവമാണ്, ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ ദൈവം എന്ന് വിശ്വസിക്കുക എന്ന് അരുൾ ചെയ്ത ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഇത് ദൈവസ്നേഹത്തിൻ്റെ കൃപ നിറയുന്ന സമയമാണ്. ഓ കർത്താവേ, നിന്റെ സ്നേഹാതിരേകത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നീ ഞങ്ങളെ ഏറ്റെടുക്കണം കർത്താവേ. ദൈവസ്നേഹം ഒരിക്കലും മറയുകയില്ല, മായുകയില്ല. അത് ആപത്തിൽ ഓടിയൊളിക്കില്ല. ഞങ്ങളുടെ കൂടെ നടക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അകലങ്ങളിലേക്ക് മറഞ്ഞ് ധൂർത്തപുത്രനെ തേടി നടന്ന സ്നേഹം, കാത്തിരിപ്പിൻ്റെ സ്നേഹം. മക്കളെ, ഈ പകലിൽ, ഈ രാത്രിയിൽ, നിന്റെ ശൂന്യതയിൽ ദൈവം കടന്നു വരും. ദൈവസ്നേഹം ഒരിക്കലും മാറുകയില്ല, മറിയുകയില്ല. ആപത്തിൽ നിന്നെ വിട്ട് ഓടി ഒളിക്കുകയില്ല. എപ്പോഴും നിന്റെ കൂടെയുണ്ട് മകനെ. നീ എന്നാലും നീ ഒന്നിനെക്കുറിച്ചും വേദനിക്കണ്ട. നിന്നോട് കൂടെയുള്ള ഈ ദൈവസ്നേഹത്തിൻ്റെ ആഴമൊന്ന് അനുഭവിച്ച് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണീരോടെ നമുക്ക് ഈശോയെ കാണാം. നിന്റെ അരികിലേക്ക് ഇപ്പോൾ ഈശോ കടന്നു വരുന്ന സമയം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹം മായുകില്ല, മറയുകില്ല, ആപത്തിൽ ഓടിയൊളിക്കുകയില്ല. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല, ആപത്തിൽ ഓടിയൊളിക്കുകയില്ല. എപ്പോഴും നിന്നോട് കൂടെ മകനേ, എന്നാളും നിന്നോട് കൂടെ. വിശ്വസിക്കൂ മകനേ, രക്ഷ നേടും നീ. വിശ്വസിക്കൂ മകനേ, രക്ഷ നേടിയിടും. കർത്താവേ, എൻ്റെ സ്വാർത്ഥമായ സ്നേഹം യേശു ശിഷ്യരോട് അരുൾ ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. കർത്താവേ, ഞാൻ ആഴിയിൽ വീണുപോയ എൻ്റെ ജീവിതം താണുപോകുന്ന അവസ്ഥയിലാണ്. പാപത്തിൻ്റെയും അശുദ്ധിയുടെയും ജീവിതാവസ്ഥയിൽ ഞാൻ വീണുപോകും. ഈശോ, നീ എൻ്റെ കൂടെ വരണം. നീ എൻ്റെ സ്വന്തമാകണം. ഞാൻ ഒറ്റയ്ക്ക് കർത്താവേ, ഞാൻ ഒത്തിരി നിരാശയില്ല, ഞാൻ ഒത്തിരി വേദനയില്ല. കർത്താവേ, അങ്ങയുടെ സ്നേഹം
ഞങ്ങൾക്ക് തരണേ യേശു. ഞങ്ങളുടെ ഒറ്റപ്പെടലുകളിൽ അങ്ങയുടെ സ്നേഹം കൊണ്ട്, അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആഴിയിൽ വീണുപോയ ഒരു പാപിയെ പോലെ നീ ഒന്ന് കരഞ്ഞ് നിന്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി നീ ദാഹിച്ച് കർത്താവേ, ഈ ആത്മജ്വാല ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കൾക്ക് അവരുടെ ജീവിതങ്ങൾക്ക് അങ്ങയുടെ സ്നേഹം നൽകി ഈ സമയം അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണം. വീണുപോയാൽ താഴ്ന്നു പോവുകില്ല. നിന്റെ നാഥൻ യേശു മിശിഹ കൂടെയുണ്ടല്ലോ. സ്വന്ത ജീവൻ നൽകി നിന്നെ വീണ്ടെടുത്തല്ലോ. രക്ഷകൻ ദൈവം, ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല, ആപത്തിൽ ഓടിയൊളിക്കുകില്ല. കർത്താവേ, ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ, ഞങ്ങളുടെ ജീവിത വിശുദ്ധിയിൽ ഞങ്ങൾക്കുണ്ടാകുന്ന പാകപ്പിഴകൾ പലപ്പോഴും ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. സുഖലോലുപതയിലും മദ്യലഹരിയിലും അവിഹിത വീഴ്ചകളിലും ഞങ്ങൾ വീണുപോകുമ്പോൾ പിടയുന്നൊരു ഹൃദയം എൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ തിരിച്ചറിയും. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ആര് ഞങ്ങളെ വേർപ്പെടുത്തും? ക്ലേശമോ ദുരിതമോ പട്ടിണിയോ നഗ്നതയോ ഒന്നും ഞങ്ങളെ വേർപ്പെടുത്തുന്നതല്ല. എന്നാൽ ഞങ്ങളുടെ സുഖലോലുപതകൾ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യഗ്രതകൾ, പാപം ചെയ്യാനുള്ള ഞങ്ങളുടെ തിടുക്കം കൂട്ടലുകൾ, ഇന്ന് ഭാരമേറുന്ന ദുഃഖവുമായിട്ട് ഞങ്ങൾ നിൽക്കുക. തളർന്ന് വീണ് ഞങ്ങളൊന്നുമല്ലാത്ത അവസ്ഥയിലായിരിക്കുക. കർത്താവേ, അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൻ്റെ കരുതൽ കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞ് അങ്ങ് സ്വന്തമാക്കാൻ വേണ്ടി അങ്ങയുടെ ഈ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളോട് കരുണ തോന്നാൻ അങ്ങയുടെ കരം നീട്ടി ധൂർത്തപുത്രനെ മാറോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച് പുതിയ വസ്ത്രമണിച്ച ദൈവമേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഈ സമയം ഞങ്ങളെ പൊതിയണമേ. ഭാരമേറും നുകങ്ങൾ നിന്റെ തോളിലേറ്റിയാലും തളർന്നു വീഴാൻ നിന്റെ ദൈവം അനുവദിക്കില്ല. ശക്തിയേറും കരങ്ങളാലെ താങ്ങിടും നിന്നെ മോചകൻ ദൈവം. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, മഹത്വം, മഹത്വം, മഹത്വം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല, ആപത്തിൽ ഓടിയൊളിക്കുകില്ല. എപ്പോഴും നിന്നോട് കൂടെ മകനേ, എന്നാളും നിന്നോട് കൂടെ. വിശ്വസിക്കൂ മകനേ, രക്ഷ നേടും നീ. വിശ്വസിക്കൂ മകളെ,